Hi students, welcome to QA Focus. നമ്മൾ സെറ്റ്സിനകത്ത് തേർഡ് സെഷനാണ്. ഫസ്റ്റ് സെഷൻ നമ്മൾ അതിൻ്റെ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും ഒക്കെ നമ്മൾ എങ്ങനെ എഴുതുന്നതെന്നൊക്കെ നോക്കി. അത് കഴിഞ്ഞ് സബ്സെറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ഇൻ്റർവെൽസ് എന്തൊക്കെയാണെന്നും പറഞ്ഞു അല്ലേ. ക്ലോസ്ഡ് ഇൻ്റർവെലും ഓപ്പൺ ഇൻ്റർവെലും എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് സെറ്റ്സിനകത്ത് ഓപ്പറേഷൻസ് ആണ്. യൂണിയൻ, ഇൻ്റർസെഷൻ, ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, യൂണിവേഴ്സൽ സെറ്റ് എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആ ഡിസ്കഷനിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേക്കാം. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ ഓപ്പൺ ഇൻ്റർവെല്ലും ക്ലോസ്ഡ് ഇൻ്റർവെല്ലും അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ഇൻ്റർവെൽസിൽ എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇൻ്റർവെൽസ് എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. ഇതായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇൻ്റർവെൽസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഒരു 1-2 ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് എൻറ്റർ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. റൈറ്റ് ദി ഫോളോയിങ് ആസ് ഇൻ്റർവെൽസ്. തന്നിരിക്കുന്നത് ഇൻ്റർവെൽ ഫോമിലേക്ക് മാറ്റി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ ആണ്. എന്നിട്ട് നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലെസ് ദാൻ എന്നാണ്. എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ -2 അല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ -2, -2വിനെക്കാട്ടിലും കൂടുതലാണ്. അതുപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കുമ്പോൾ നമുക്ക് -2ഉം 1ഉമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു ഈക്വൽ ഉണ്ടല്ലോ. ഈക്വൽ ഉണ്ടെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്? അത് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അല്ലേ. ഇനി ഇവിടെയോ ഗ്രേറ്റർ ദാൻ -2 എന്നേ പറഞ്ഞിട്ടുള്ളൂ. -2 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടില്ല. ഈക്വൽ ടു പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ എന്തെടുക്കാൻ പറ്റില്ല? -2വിനെ അതിൻ്റെ കൂടെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഓപ്പൺ ഇൻ്റർവെൽ വരും. ലാസ്റ്റ് ക്ലാസ്സിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാവുള്ളേ, എങ്കിൽ മാത്രമേ ക്ലിയർ ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു വേഗ് ഐഡിയ ആയിരിക്കും, ക്ലിയർ ആകത്തില്ല. പിന്നെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ആ ഡൗട്ട് ഇങ്ങനെ കിടന്ന് പിന്നെ എപ്പോഴും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഡൗട്ട് വന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല ഓപ്പൺ ഇൻ്റർവെലും ക്ലോസ്ഡ് ഇൻ്റർവെലും നെക്സ്റ്റ് ഇയറിൽ നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഇപ്പോഴേ അതങ്ങ് തറവാകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ബാക്കിയുള്ളതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാവേ. ഓക്കെ, ഇനി അടുത്തത് നോക്കുമ്പോഴോ, അടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4ഉം അല്ലേ. എഗെയിൻ ഇവിടെ വന്നിരിക്കുന്നതും 0യും 4ഉം ആണ്. പക്ഷെ ഈക്വൽ തന്നിട്ടുണ്ടല്ലോ. ഈക്വൽ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ് അല്ലേ. അതും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത് എഴുതാൻ പറ്റും. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3യും അതുപോലെ ഇവിടെ തന്നിരിക്കുന്നത് ലെസ് ദാൻ 0യും ആണ്. -3 ആൻഡ് 0 ആണ്. ഇവിടെ ഈക്വൽ വന്നിരിക്കുന്നു, സ്ക്വയർ ബ്രാക്കറ്റ് വരും. ഇവിടെ ലെസ് ദാൻ ആണ്, ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. ലെസ് ദാൻ ആയതുകൊണ്ടല്ല, ഇവിടെ എന്തില്ല? ഈക്വൽ ഇല്ല അല്ലേ. ലെസ് ദാൻ മാത്രമേ തന്നിട്ടുള്ളൂ, ഈക്വൽ തന്നിട്ടില്ല. ഈക്വൽ തരാത്തതുകൊണ്ട് 0 അതിനകത്ത് ഇൻക്ലൂഡ് ആകത്തില്ല. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് കൊടുക്കാം? ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വണ്ണിലേക്ക് വരുമ്പം അവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6ഉം ലെസ് ദാൻ 2 ആണ് വന്നിരിക്കുന്നത് അല്ലേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വന്നിട്ടുണ്ട്. ഓക്കെ, നോ, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 2. ഇറ്റ് ഈസ് ഓൺലി ലെസ് ദാൻ 2. 6 and 2 greater than or equal, that means 6 is also included in the interval. സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? ലെസ് ദാൻ 2 ഉള്ളൂ, ഈക്വൽ ടു 2 ഇല്ല. അത് ഓപ്പൺ ബ്രാക്കറ്റ് വരും. ക്ലിയർ ആയോ?
again -4 and +4 രണ്ട് ഈക്വലും ഗ്രേറ്ററും മാത്രം ഗ്രേറ്ററും ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. രണ്ടിനകത്ത് എന്ത് വരുന്നില്ല? ഈക്വൽ സൈൻ വരുന്നില്ല. ദാറ്റ് മീൻസ് -4 and 4 ആർ നോട്ട് ഇൻക്ലൂഡഡ്, ദേ ആർ എക്സ്ക്ലൂഡഡ്. രണ്ട് ഇൻക്ലൂഡഡ് അല്ല. ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നമുക്ക് എന്തേ കൊടുക്കാൻ പറ്റുള്ളൂ? ഓപ്പൺ ബ്രാക്കറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം നോട്ട് ചെയ്തോണം, എവിടെ ഇൻഫിനിറ്റി വന്നാലും അത് എപ്പോഴും നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് മാത്രമേ എഴുതത്തുള്ളൂ. നമുക്ക് -∞ to 5 എന്ന് വിചാരിച്ചോളൂ. 5 ഇൻക്ലൂഡഡ് ആണ്, അപ്പോൾ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാം. ഇവിടെ എപ്പോഴും എന്തേ വരുള്ളൂ? ഓപ്പൺ ബ്രാക്കറ്റ് മാത്രമേ വരുള്ളൂ. അതുപോലെ തന്നെ തിരിച്ച് 9 to ∞ ആണ്. ഇത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാം. പക്ഷെ ഇവിടെ എപ്പോഴും എന്തേ വരുള്ളൂ? ഓപ്പൺ ബ്രാക്കറ്റ് മാത്രമേ വരുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടോണം. ക്ലിയർ ആയോ? ഓക്കെ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. ഓക്കെ. ദെൻ യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റ് എടുത്തു, 1 2 3. വേറൊരു സെറ്റ് എടുത്തു, 2 4 6 8. വേറൊരു സെറ്റ് എടുത്തു, 1 3 5 7. വേറൊരു സെറ്റ് ഇവിടെ ഉണ്ട്, അതിനകത്ത് 1 2 3 അങ്ങനെ 10 വരെ ഉണ്ട്. ഈ 1-നകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ഇതിനകത്തുണ്ടല്ലോ. സോറി, എക്കകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ഇതിനകത്തുണ്ടല്ലോ. അതുപോലെ ബിക്കകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. സിക്കകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. 1 3 5 7 3 കഴിഞ്ഞിട്ട് എക്സെട്ര അപ് ടു 10 ആണ്. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? 3 5 7 ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. 2 4 6 8 3 4 6 8 ഒക്കെ ഇതിനകത്തുണ്ട്. 1 2 3 ഇതിനകത്തുണ്ട്. അപ്പം ഈ സെറ്റ്സിലുള്ള ബാക്കി സെറ്റ്സിലുള്ള എല്ലാ എലമെൻറ്റ്സും വരുന്ന സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുന്നത്. ബാക്കി സെറ്റ്സിനകത്ത് വരുന്ന എല്ലാ എലമെൻറ്റ്സും വരുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഈ 10 ഇതിനകത്തൊന്നിനകത്തും വന്നിട്ടില്ല, പക്ഷെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം യൂണിവേഴ്സൽ സെറ്റിനകത്ത് ബാക്കി സെറ്റിനകത്ത് എലമെൻറ്റ്സും വരാം, അതിൻ്റെ തന്നെ എലമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വരാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കിട്ടിയോ? അങ്ങനെയുള്ള സെറ്റ്സിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് U വെച്ചിട്ടാണ്. ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്കും സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് അതർ സെറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഓൺ എലമെൻറ്റ്സ്. ബാക്കി സെറ്റിലെ എലമെൻറ്റ്സും അതിൻ്റെ തന്നെ എലമെൻറ്റ്സും കൂടി വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തന്നെ എലമെൻറ്റ്സ് വരണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ ബാക്കിയുള്ളത് മാത്രമേ കാണത്തുള്ളായിരിക്കും. ഓക്കെ, എങ്ങനെയാണെങ്കിലും യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്തതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. മീൻസ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനേ വരത്തുള്ളൂ എന്നല്ല പറഞ്ഞത്. 4 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. 1ഉം 2ഉം മാർക്കൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കാം. 2 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 1 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമായിട്ട് വരാം. ഇല്ലെങ്കിൽ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ കൂടെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട് ചോദിക്കാം. എങ്ങനെയാണെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുകളയരുത്, പഠിച്ചോണം. ഇനി 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഓപ്പറേഷൻസ് ഓൺ സെറ്റിനകത്ത് ആദ്യം നമ്മൾ പറയുന്നത് യൂണിയൻ ആണ്, പിന്നെ ഇൻ്റർസെക്ഷൻ വരും, ദെൻ ഡിഫറൻസ് വരും, കോംപ്ലിമെൻറ്റ് വരും. ആദ്യം നമുക്ക് എന്താണ് യൂണിയൻ എന്നൊന്ന് നോക്കാം. യൂണിയൻ ഓഫ് 2 സെറ്റ്സ്. സെറ്റ് എ ABC, സെറ്റ് ബി CDEF.
എ യൂണിയൻ ബി സിമ്പിൾ ഇങ്ങനെയാണ്. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എക്കകത്തും ബിക്കകത്തും ഉള്ള എല്ലാ എലമെൻസിനെയും എടുത്തെഴുതുക. ഇനി ഏതെങ്കിലും എലമെൻറ്റ് രണ്ടിനകത്തും വരുന്നുണ്ടെങ്കിൽ അത് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി, 2 പ്രാവശ്യം എഴുതണ്ട. ഇതിനകത്ത് ABC ഉണ്ട്, ഇതിനകത്ത് CDEF ഉണ്ട്. സി നമ്മളൊന്ന് എഴുതി, ഇനി എഴുതേണ്ട കാര്യമില്ല. DEF മാത്രം എഴുതിയാൽ മതി. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂണിയൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എല്ലാ എലമെൻസിനും എടുത്തെഴുതുക. ഇനി ഏതെങ്കിലും എലമെൻറ്റ്സ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വരുന്നുണ്ടെങ്കിൽ അത് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ABC ആദ്യം എഴുതി, പിന്നെ ഇവിടെ C വരുന്നുണ്ട്, അതിനെ പിന്നെ എഴുതണ്ട. ക്ലിയർ ആണോ? ക്ലിയർ. അങ്ങനെയെങ്കിൽ എന്താ A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത്? വാട്ട് ഈസ് A ഇന്റർസെക്ഷൻ B? രണ്ടിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് മാത്രം എടുത്തെഴുതുക. AB ഇതിനകത്തില്ല, C ഇതിനകത്തുണ്ട്, അപ്പം നമുക്ക് എഴുതാം. DEF ഇതിനകത്തില്ല, രണ്ടിനകത്ത് കോമൺ ആയിട്ട് C മാത്രമേ ഉള്ളൂ. ഇതാണ് ഇന്റർസെക്ഷൻ. രണ്ടിനകത്തും കോമൺ ആയിട്ട് വരുന്നത് മാത്രം എടുത്തെഴുതുക. Two, 4, 6, 8. Set B equal to 1, 3, 5, 7. Then what is A union B? എല്ലാ എലമെൻസും എടുത്തെഴുതുക അല്ലേ? 2, 4, 6, 8. പിന്നെ ആരൊക്കെയുണ്ട്? 1, 3, 5, 7. ഇത് A യൂണിയൻ B. ഇനി A ഇന്റർസെക്ഷൻ B എഴുതിയാലോ? രണ്ടിനകത്ത് കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് നോക്കിക്കേ. 2, 4, 6, 8 ഇതിനകത്തില്ല. ഇതിനകത്തുള്ള 1, 3, 5, 7 ഇതിനകത്തില്ല. എന്ന് വെച്ചാൽ നമുക്കവിടെ കിട്ടുന്നത് ആരെയാ? നൾ സെറ്റിനെയാണ് അല്ലേ? നൾ സെറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി, നൾ സെറ്റ്. A ഇന്റർസെക്ഷൻ B എടുക്കുമ്പം, അല്ലെങ്കിൽ രണ്ട് സെറ്റ്സിൻ്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പം നമുക്ക് നൾ സെറ്റാണ് കിട്ടുന്നതെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ്. പഠിച്ചിട്ടോണേ, ഡിസ്ജോയിന്റ് സെറ്റ്. വെരിഫൈ വെദർ ദ ഫോളോയിങ് സെറ്റ് ഈസ് ഡിസ്ജോയിന്റ്. അപ്പോൾ നമ്മളത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഡിസ്ജോയിന്റ് സെറ്റ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? A ഇന്റർസെക്ഷൻ B എടുക്കുമ്പോഴത്തേക്കും നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് കിട്ടുന്നതിനെയാണ് നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് A ഇന്റർസെക്ഷൻ B ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അറിയാം, പക്ഷേ ഈ ഡിസ്ജോയിന്റ് സെറ്റ് എന്നുള്ളത് എന്തോന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ പറഞ്ഞത്? A ഇന്റർസെക്ഷൻ Bയും A യൂണിയൻ Bയും A കോംപ്ലിമെൻ്റ് എല്ലാം നമുക്ക് ചെയ്യാൻ അറിയാം. പക്ഷേ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഡിസ്ജോയിന്റ് സെറ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഈ ഡിസ്ജോയിന്റ് സെറ്റ് എന്താണെന്ന് ഉള്ളത് നമുക്ക് പിടി കിട്ടിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, ഓക്കെ, ഇന്റർസെക്ഷനകത്ത് ഡിസ്ജോയിന്റ് സെറ്റ് വരുന്ന എപ്പോഴാണ്? A ഇന്റർസെക്ഷൻ B നൾ സെറ്റ് വരുമ്പോഴാണ്. നെക്സ്റ്റ്, ഡിഫറൻസ്. ഓക്കെ, ഡിഫറൻസ് എഴുതാനായിട്ട് സെറ്റ് A സെറ്റ് B. ഓക്കെ, A ഡിഫറൻസ് B. A ഡിഫറൻസ് B ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എക്കകത്തും ഇതിനകത്തും കോമൺ ആയിട്ട് വരുന്നത് ആരാണോ അതിനെ ഞാൻ കളയുക. എ പോയി, B ഇല്ല, കട്ട് ചെയ്ത് കളയാൻ. പിന്നെ ആകെ E മാത്രമേ ഉള്ളൂ.
ഇനി ഇതിനകത്ത് ആരാ? വേറൊന്നുമില്ല അല്ലേ? ഇതിനകത്തുള്ളൊന്നും ഇതിനകത്തില്ല. എന്നിട്ട് എയ്ക്കകത്ത് ആരാണോ ബാക്കി വരുന്നത് അതിനെ എടുത്തെഴുതുക. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ രണ്ടിനകത്ത് കോമൺ ആയിട്ടുള്ളത് കളഞ്ഞിട്ട് പിന്നെ എയ്ക്കകത്ത് ആരാണോ വരുന്നത് അതിനെ എടുത്തെഴുതുക. ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ പോയി, എഫ് ഉണ്ട്. ഇതാണ് എ മൈനസ് ബി. അങ്ങനെയെങ്കിൽ ബി മൈനസ് എ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ബി മൈനസ് എ എഴുതണമെങ്കിൽ ബിക്കകത്തും എയ്ക്കകത്തും കോമൺ ആയിട്ട് വരുന്നതിനെ കളയുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ പോവുള്ളൂ അല്ലേ? ആരൊക്കെ പോയി? എയും എയും പോയി, ഇയും ഇയും പോയി. എന്നിട്ട് ബിക്കകത്ത് വരുന്നതിനെ എടുത്തെഴുതുക. ബി മൈനസ് എ ചെയ്യുമ്പം രണ്ടിനകത്ത് കോമൺ ആയിട്ടുള്ളത് കളയുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ, എ മൈനസ് ബി ചെയ്തതുപോലെ തന്നെ. എന്നിട്ട് ബിയിൽ ആരാണോ ബാക്കി വരുന്നത് അത് വേണം എടുത്തെഴുതാൻ. അപ്പോൾ എ മൈനസ് ബി ആണെങ്കിൽ എയിൽ ആരാണോ വരുന്നത് അത് വേണം എടുത്തെഴുതാൻ. ക്ലിയർ ആവുന്നുണ്ടോ? സിമ്പിളാണ്, കൺഫ്യൂഷൻ ആകാതിരുന്നാൽ മാത്രം മതി. എയും ഇയും പോയിട്ട് ബാക്കി ഇനി ബിക്കകത്ത് ആരാ ഉള്ളത്? ഐ ഒ യു. ക്ലിയർ ആയോ? എ മൈനസ് ബിയും ബി മൈനസ് എയും. ക്ലിയർ? ഇനി കോംപ്ലിമെൻ്റ് എഴുതാനായിട്ട്, കോംപ്ലിമെൻ്റ് എഴുതുന്നത് എപ്പോഴും യൂണിവേഴ്സൽ സെറ്റ് വെച്ചിട്ടാണേ. യൂണിവേഴ്സൽ സെറ്റ് 1, 2, 3 എക്സെട്ര അപ് ടു 10 വരെ നമുക്കുണ്ട്. അതിനകത്ത് സെറ്റ് എ എന്ന് പറയുന്നത് 2, 4, 6 ആണ്. ബി എന്ന് പറയുന്നത് 5, 7 ആണ്. കോംപ്ലിമെൻ്റ് സെറ്റിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതും. കൂടുതലും എ കോംപ്ലിമെൻ്റ് ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. ഇനി ഇവിടെ എ കോംപ്ലിമെൻ്റ് എഴുതുക എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യു മൈനസ് എ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ യു ഡിഫറൻസ് എ എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് യുവിലും, യു മീൻസ് യൂണിവേഴ്സൽ സെറ്റിലും എയിലും കോമൺ ആയിട്ട് വരുന്നതങ്ങ് കളയുക. എന്നിട്ട് ബാക്കിയുള്ളതിനെ എഴുതുക. 2, 4, 6 പോവും. ബാക്കി ആര് വരും? 1, 2 പോയി, 3, 4 പോയി, 5, 6 ഇല്ല, 7, 8, 9, 10. കേട്ടോ? അതായത് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും ആര് തന്നെയാണ്? യു മൈനസ് എ ആണ്. അങ്ങനെയെങ്കിൽ ബി കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? 5ഉം 7ഉം കോമൺ ആയിട്ട് വരുന്നത് പോകും അല്ലേ? ഇതിനകത്ത് 5ഉം 7ഉം കട്ടായി പോയിട്ടുണ്ടാവും. ബാക്കിയുള്ളതിന് മാത്രം എഴുതുക. 1, 2, 3, 4 വരും, 5 വരില്ല അല്ലേ? 5 കോമൺ ആയിട്ട് വരുന്നത് ക്യാൻസലായി പോയിട്ടുണ്ട്. പിന്നെ ആര് വരും? 6 വരും, 7 വരില്ല കാരണം ക്യാൻസലായി പോയി. പിന്നെ 8, 9, 10. ആക്ച്വലി ഇതെന്താ? യു മൈനസ് ബി ആണ്. യു മൈനസ് ബി ആണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ബേസിക്കാണ്. ഇതിത്രയും പഠിച്ചിട്ടെങ്കിൽ മാത്രമേ നമുക്കിതിനകത്ത് വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ തന്നിട്ടുണ്ട്. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. ആദ്യം നമ്മുടെ പറഞ്ഞിരിക്കുന്നത് എ കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? എ കോംപ്ലിമെൻറ്റ് ആക്ച്വലി മീൻസ് യു മൈനസ് എ ആണ്. അപ്പോൾ ഇവിടെ 1, 2, 3, 4 ഒഴികെയുള്ള ബാക്കി എല്ലാ നമ്പേഴ്സും നമുക്ക് എഴുതാം അല്ലേ? 1, 2, 3, 4 ഒക്കെ കോമൺ ആണ്, കട്ടായി പോകും. ഇതിവിടെ 1, 2, 3, 4 ക്യാൻസലാവും. ഇവിടെ 1, 2, 3, 4 ക്യാൻസലാവും. ബാക്കി ആരുണ്ട്?
5, 6, 7, 8, 9 വരും. ഓക്കെ ആണോ? എ കോംപ്ലിമെൻറ്റ്. അടുത്തത് ബി കോംപ്ലിമെൻ്റ് ആണ്. ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ യു മൈനസ് ബി ആണ്. ആരൊക്കെയുണ്ട്? 2, 4, 6, 8 അതൊഴികെയുള്ള ബാക്കിയെല്ലാം നമുക്ക് എഴുതാം അല്ലേ? 2, 4, 6, 8 ഈവൻ നമ്പേഴ്സ് ഒഴികെയുള്ള എല്ലാം എഴുതാം. 1, 3, 5, 7, 8 പോയി 9 അല്ലേ? 2, 4, 6, 8 ഇതിനകത്ത് നിന്ന് ക്യാൻസൽ ചെയ്യുക. ബാക്കി ഇതിനകത്ത് എന്താണോ വരുന്നത് അതെടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് ബി കോംപ്ലിമെൻ്റ് കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഇങ്ങനെയായിരിക്കും കൂടുതൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റ്. ആദ്യം നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് എ യൂണിയൻ സി എന്താന്നുള്ളത് ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എ യൂണിയൻ സി, എയ്ക്കകത്തും സിക്കകത്തും വരുന്നത് മൊത്തത്തിൽ എടുത്ത് എഴുതുക. 1, 2, 3, 4. ഓക്കെ, 1, 2, 3, 4 എഴുതി. അടുത്തതാരാ? 3, 4. 3, 4 നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു, ഇനി എഴുതേണ്ട കാര്യമില്ല. ബാക്കി ആരാ ഉള്ളത്? 5, 6 മാത്രം. 5, 6 മാത്രം. ഇനി എ യൂണിയൻ സിയുടെ ഹോൾ കോംപ്ലിമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതൊഴികെ ബാക്കി എന്തൊക്കെ യുവിനകത്തുണ്ടോ അതൊക്കെ എടുത്തെഴുതുക. ഇതൊഴികെ എന്ന് പറയുമ്പം 1, 2, 3, 4, 5, 6 വരെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല അല്ലേ? പിന്നെ ആരൊക്കെയുണ്ട്? 7, 8, 9 ഉണ്ട്. 7, 8, 9. ക്ലിയർ അല്ലേ? ഒരു മിനിറ്റ്. ആറ് വരെ ഇല്ല. എ യൂണിയൻ സി അല്ലേ? ഓക്കെ, 5, 7, 9 കറക്റ്റ്. ഓക്കെ കറക്റ്റ്. 7, 8, 9. സിക്കകത്ത് 3, 4, 5, 6 ആണ്. 1, 2, 3, 4 ദെൻ 5, 6 പോയിട്ട് ബാക്കി 7, 8, 9 വരും. അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എഴുതാനാണ്. എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എടുത്താൽ എന്ത് തന്നെ കിട്ടും? എ തന്നെ കിട്ടും, ഒരു സംശയമില്ല. എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എടുത്താൽ നമുക്ക് എ തന്നെ കിട്ടും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മൾ എ കോംപ്ലിമെന്റ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? 5, 6, 7, 8, 9. അതിൻ്റെ ഹോൾ കോംപ്ലിമെന്റ് എടുത്താലോ? ഇതൊഴികെ യൂണിവേഴ്സൽ സെറ്റിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം എടുത്തെഴുതണം. ശരിയാണോ? ഇതൊഴികെ എന്ന് പറയുമ്പം 1, 2, 3, 4, 5, 6, 7, 8, 9 എല്ലാം പോയി. അതൊന്നും വേണ്ട. 1, 2, 3, 4. ശരിക്കും ഇത് തന്നെയല്ലേ എ? അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്കൊരു പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാം. ഷോ ദാറ്റ് എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ. ഇതൊരു പ്രോപ്പർട്ടിയും കൂടിയാണ്, പഠിച്ചിട്ടേക്കണം കേട്ടോ. ഇനി അടുത്ത ഇതിനകത്ത് വരുന്നത് ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെന്റ്. ആദ്യം നമുക്ക് ബി മൈനസ് സി എന്ത് കിട്ടും നമുക്ക് നോക്കാം. ബി എന്ന് പറയുന്നത് 2, 4, 6, 8 ആണ്. C is
3, 4, 5, 6. ബി മൈനസ് സി. ബി മൈനസ് സി എന്ന് പറയുമ്പോൾ രണ്ടിനകത്ത് കോമൺ ആയിട്ട് എന്തൊക്കെ വരുന്നു നോക്കാം. 4, 4, 6, 6 പോവും. എന്നിട്ട് ബിയിൽ എന്തൊക്കെ ബാക്കി വരുന്നു അതെല്ലാം ഒന്ന് എടുത്തെഴുതുക. ആരൊക്കെ വരും? 2ഉം 8ഉം വരും. ഇവിടെ 3ഉം 5ഉം വരും. 2, 8, 3, 5. ബി മൈനസ് സി. ക്വസ്റ്റ്യനിൽ ബി മൈനസ് സി അല്ല, ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും നമ്പേഴ്സ് ഒഴികെ യുവിനകത്ത് എന്തൊക്കെ വരും നോക്കുക. ആരൊക്കെ വരും? 1 വരും, 2 ഇതിനകത്തുണ്ട്, 3 ഉണ്ട്, ദെൻ 4, 5 ഇവിടെയുണ്ട്, 6 എഴുതാം, 7 എഴുതാം, 8 ഇവിടെയുണ്ട്, 9, 10 അല്ല 9 വരെ ഉള്ളു അല്ലേ? ഓക്കെ. ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെന്റ്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി. സിമ്പിൾ ആണല്ലേ? എ ഇന്റർസെക്ഷൻ ബി. രണ്ടിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് മാത്രം എടുത്തെഴുതുക. രണ്ടിനകത്തും കോമൺ ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് നോക്കിക്കേ, 2 രണ്ടിനകത്തും ഉണ്ട്, പിന്നെ ആരുമില്ല അല്ലേ? 3, 4 ആണ്, 6, 8 ആണ്, ഒന്നുമില്ല. ആകെ കോമൺ ആയിട്ട് വരുന്നത് 2 മാത്രം. സോറി, 2 ഉണ്ട്, 4 ഉണ്ടല്ലേ? ഓക്കെ, 4 വിട്ടുപോയി. 2 കോമൺ ആയിട്ട് വരും, ദെൻ 4 ഉണ്ട് ഇതിനകത്ത്. 2,4. 2,4. Okay, next one. ഒരു മിനിറ്റ്, ഈ ഒരു ക്വസ്റ്റിനകത്ത് മിസ്റ്റേക്ക് വന്നല്ലോ. ഇവിടെയോ എന്തോ ചെയ്തു വന്നപ്പോൾ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നിയായിരുന്നു. ബി മൈനസ് സി അല്ലേ? ബി മൈനസ് സി എന്ന് പറയുമ്പോൾ ബിക്കകത്തും സിക്കകത്തും കോമൺ ആയിട്ട് വരുന്നത് കളഞ്ഞിട്ട് ബാക്കി ബിക്കകത്ത് വരുന്നത് മാത്രമല്ലേ എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 3ഉം 5ഉം വരത്തില്ല. ആര് മാത്രമേ വരുള്ളൂ? 2ഉം 8ഉം മാത്രമേ വരുള്ളൂ അല്ലേ? ബി മൈനസ് സി എന്ന് പറയുമ്പം 4ഉം 6ഉം പോയി. ബാക്കി ഇനി ബിക്കകത്ത് വരുന്നത് 2ഉം 8ഉം മാത്രമാണ്. നമുക്കിവിടെ വരുന്നത് 2ഉം 8ഉം മാത്രമാണ്. അങ്ങനെയെങ്കിൽ ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? 2ഉം 8ഉം ഒഴികെ ബാക്കിയെല്ലാം. 1, 3, 4, 5, 6, 7, 8 ഇല്ല, 9. ഒന്ന് ക്ലിയർ ചെയ്തേക്കണേ. ഇതിനകത്ത് 3ഉം 5ഉം വരത്തില്ല കേട്ടോ. എഴുതിയതിൻ്റെ മിസ്റ്റേക്കാണേ. എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് പെട്ടെന്ന് തോന്നി. ഓക്കെ. ബി മൈനസ് സി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കോമൺ ആയിട്ടുള്ള ക്യാൻസൽ ചെയ്തു. ദെൻ ബിക്കകത്തുള്ളത് മാത്രം എടുത്തെഴുതുക. ദറ്റ് ഈസ് 2ഉം 8ഉം മാത്രം. കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ 2ഉം 8ഉം ഒഴികെയുള്ള ബാക്കി എല്ലാ നമ്പേഴ്സും വരണം. 1, 3, 4, 5, 6, 7, 8 വരണം.
ക്ലിയർ ആണോ? A intersection B. Next, A complement intersection B complement. A complement intersection B complement. ആദ്യം നമുക്ക് A കോംപ്ലിമെൻറ്റും B കോംപ്ലിമെൻറ്റും എന്താ കിട്ടിയെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, A കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, 5 6 7 8 9. B complement is 1 3 5 7 9. Okay, then A complement intersection B complement. രണ്ടിനകത്തും കോമൺ ആയിട്ട് വരുന്നത് മാത്രം എടുത്തെഴുതാം. 5 കോമൺ ആയിട്ടുണ്ട്. ദെൻ 6 ഇല്ല, 7 കോമൺ ആണ്, 9 കോമൺ ആണ്. 5 7 9. ക്ലിയർ ആയോ? ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും നമുക്ക് എക്സാമിന് ചോദിച്ചു വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കട്ടെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. Show that A union B the whole complement equal to A complement intersection B complement. U എന്താന്നുള്ളത് തന്നിട്ടുണ്ട്, A എന്താന്നുള്ളത് തന്നിട്ടുണ്ട്, Bയും എന്താന്നുള്ളത് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയത്. തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കണേ. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഒന്നും ചെയ്യാനില്ല. A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇതും ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ഒന്ന് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അത്രമാത്രം അത് ചെയ്യാനുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മളിനി കൂടുതൽ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.